എല്ലാവർക്കും നമസ്കാരം. ഞാൻ JK ജയശ്രീ കിഷോർ. നമ്മളുടെ ഇടയിൽ ചില ആൾക്കാരുണ്ടല്ലേ, എന്ത് പറഞ്ഞാലും അവർ പറയും, ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാനത് ഒരു ബിസിനസ് ചെയ്യാൻ പോയപ്പോൾ ആ ബിസിനസ് ശരിയായില്ല, ഇത് ശരിയായില്ല, അത് ശരിയായില്ല, എനിക്ക് ഒട്ടും തന്നെ ഒന്നും ശരിയാവുന്നില്ല, എനിക്കെല്ലാം പ്രോബ്ലമാണ് എന്ന് പറയും. അങ്ങനെ പറയുന്ന ആൾക്കാരിൽ അവരോട് പറയാനുള്ള ഒരു കഥയാണ് ഇന്ന് പറയുന്നത്. അതായത് ഒരു വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഒരു യുവാവ് ജേർണലിസ്റ്റൊക്കെ പാസ്സായി അദ്ദേഹത്തിന് പത്രാധിപരുടെ ഒരു പത്രത്തിൽ, നല്ല ഒരു ഫേമസ് പത്രത്തിൽ ജോലി കിട്ടി. നല്ല കുട്ടപ്പനായി. അങ്ങനെ രാവിലെ തന്നെ ഓഫീസിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ അന്ന് ഏൽപ്പിച്ച ജോലിയാണ് എന്താണെന്ന് വെച്ചാൽ, അന്ന് സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുന്ന ദിവസമാണ്. അപ്പോൾ പറഞ്ഞു, ഇന്ന് കടൽ തീരത്ത് കുറേ കപ്പലുകളിലൊക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു കപ്പലിൻ്റെ പേര് പറഞ്ഞു, ആ കപ്പലിൽ പോയിട്ട് അവിടെ നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ കംപ്ലീറ്റ് വിവരണം ഫോട്ടോ സഹിതം എടുത്തിട്ട് വരണം. ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ ടാസ്ക്. ഭയങ്കര ഹാപ്പിയായി. ആദ്യമായിട്ട് കിട്ടിയ ജോലിയല്ലേ, ഉഷാറായിട്ട് ചെയ്ത് കളയാം എന്നുള്ള ഒരു ധാരണയോട് കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടേക്ക് ചെന്നു, കടൽ തീരത്ത് ചെന്ന് അദ്ദേഹം ആ കപ്പലിൻ്റെ ഫോട്ടോസും അതിൻ്റെ അവിടെ നടക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ചും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിശുദ്ധമായിട്ടുള്ള ഒരു രേഖ തയ്യാറാക്കാൻ വേണ്ടി അദ്ദേഹം ആ കപ്പലിലേക്ക് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പല റിപ്പോർട്ടേഴ്സും അവിടെയും ഇവിടെയും പലരും പല സ്ഥലത്തുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുമ്പോൾ ഈ പത്രാധിപർ മാത്രം ഇങ്ങനെ വിഷണ്ണനായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ മറ്റുള്ള പത്രാധിപരൊക്കെ ഞാൻ തിരക്കിട്ട് എഴുതുകയാണ്, ഓരോ സ്ഥലത്ത് നടന്നിട്ടുള്ള സ്വാതന്ത്ര്യദിനത്തിനെ പറ്റിയിട്ടുള്ള ആഘോഷങ്ങളും വേർഡിങ്സും ഒക്കെ കോട്ട് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ ഒരാൾ ഇയാളെടുത്ത് ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങളെന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ, നിങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളതൊന്നും എഴുതിയില്ലേ, നിങ്ങളൊന്നും എടുത്തില്ലേ, ഷൂട്ട് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്താ ചെയ്യുക, എൻ്റെ ഒരു ഗതി ഇങ്ങനെയാണ്, ഞാൻ വല്ല ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ വിൽക്കാൻ പോയാൽ അന്ന് കാറ്റടിച്ച് എല്ലാം പറന്നു പോകും. ഇനി ഞാനൊന്ന് ഉപ്പ് വിൽക്കാമെന്ന് വിചാരിച്ചാലോ, അന്ന് ഭയങ്കര മഴയായിരിക്കും, ഉപ്പ് മുഴുവനും അരിഞ്ഞു പോകും. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു യോഗം. ഞാൻ എന്ത് ചെയ്താലും പ്രോബ്ലമേ ഉള്ളൂ. പ്രോബ്ലം മാറിയ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇപ്പം ഇന്നെ നോക്കൂ, എനിക്കിപ്പോൾ ഇത്ര നല്ലൊരു ജോലി കിട്ടി, എന്നിട്ടോ എനിക്കിന്ന് കിട്ടിയത് എന്താണ്, കപ്പലിൽ ഇന്ന പേരുള്ള കപ്പലിൽ പോയിട്ട് ആ കപ്പലിലുള്ള ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും എടുക്കാനും നല്ല റിപ്പോർട്ട് തയ്യാറാക്കാനുമുള്ള ജോലിയാണ് കിട്ടിയത്. പക്ഷെ പറ്റിയില്ല. അപ്പോൾ മറ്റൊരാൾ ചോദിക്കും, എന്തുകൊണ്ട് പറ്റിയില്ല, എന്താ പറ്റാഞ്ഞേ, അവിടെ ഒന്നും നടന്നില്ല. അപ്പോൾ ചോദിക്കുക, എന്താ അവിടെ നടക്കാഞ്ഞേ, എല്ലായിടത്തും നടക്കുകയാണല്ലോ, ഇത് ഇൻഡിപെൻഡൻസ് ഡേയുടെ ആഘോഷം എല്ലായിടത്തും നടക്കുകയാണല്ലോ, പിന്നെ എന്ത് പറ്റി, ആ കപ്പലിന് എന്താ പറ്റിയത്? ഒന്നും പറയണ്ട, ഞാൻ അവിടെ ചെന്നപ്പോൾ എന്താ, ആ കപ്പലിന് ഒരു ചെറിയ ഓട്ട ഉണ്ടായിരിക്കണം, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറുകയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലായിരുന്നു. അതെങ്ങനെയാണ് ശരിയാക്കുക, അതിൻ്റെ തിരക്കിലായിരുന്നു. അവിടെ സ്വാതന്ത്ര്യദിനാഘോഷമൊന്നും നടന്നില്ല എന്ന്. അപ്പോൾ ഈ മറ്റേ റിപ്പോർട്ടർ പറഞ്ഞു, എൻ്റെ അമ്മേ, ഇത്ര വലിയൊരു റിപ്പോർട്ട് ഉണ്ടായിട്ട് നിങ്ങളത് ഒന്നും ചെയ്തില്ലേ, ഏത് കപ്പലിലാണ് അത് നടക്കണേ, ഞാൻ അങ്ങോട്ട് പോട്ടെ, അതല്ലേ റിപ്പോർട്ട് ചെയ്യണ്ടേ. അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനെക്കുറിച്ച് എത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം, എല്ലാവരും ചെയ്തതിനേക്കാളും വ്യത്യസ്തമായൊരു ന്യൂസ് നിങ്ങൾക്ക് കൊടുക്കായിരുന്നു. പക്ഷെ നിങ്ങളത് കൈകാര്യം ചെയ്തില്ല. അപ്പോൾ എന്താണ്, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രോബ്ലംസ് ഉണ്ടാവും. പ്രോബ്ലംസ് ഇല്ലാത്ത മനുഷ്യന്മാരാരാ? പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പ്രോബ്ലംസ് അലട്ടുന്നതായിരിക്കാം, അല്ലായിരിക്കാം. എല്ലാ പ്രോബ്ലംസിനെയും നമ്മളൊരു സാധ്യതയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതൊക്കെ ജീവിതത്തിൻ്റെ ഓരോരോ സാധ്യതകളാണ്, ഓരോരോ ഘട്ടമാണ്. ഓരോത്തിലും നമ്മൾ എങ്ങനെ വിജയിക്കും എന്ന് പ്രൂവ് ചെയ്യാനുള്ള സാധനമാണ് പ്രോബ്ലംസ്. അപ്പോൾ ആ പ്രോബ്ലംസിനെ എന്ത് ചെയ്യണം, ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം, അല്ലേ, എന്ത് വന്നാലും. അപ്പോൾ ഇന്ന് ഈ കൊച്ചു കഥ ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.